ലെവലിലേക്ക് കൊണ്ടുപോയി. പ്രചരണത്തിന് വേണ്ടി ഇലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത്. കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത്. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. കേരളത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റായ സമീപനമാണ്. മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ്, ഇതിൻ്റെ പോളിസി ഫ്രെയിംവർക്ക് എന്താണ്, കഴിഞ്ഞത് 70 കൊല്ലം നടക്കാത്ത ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞ 8-10 കൊല്ലത്തിൽ നടന്നു, ഇതെല്ലാം കൃത്യമായിട്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളം അതിദാരിദ്ര്യമുക്തമാവുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ കൂടി നേട്ടമാണ്. പക്ഷെ ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ചെയ്ത് കാണിക്കാനും തെളിയിക്കാനും ക്രെഡിറ്റ് എടുക്കാനും ഇനി 27 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ കൂടി ചെയ്ത് ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, ഇത് ശ്രദ്ധിക്കണമെന്ന് നിർബന്ധപൂർവം നിങ്ങളോട് ആവശ്യപ്പെടുന്നതിൽ ഖേദിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് ഈ നാടിൻ്റെ ശത്രുക്കൾക്ക് ഈ നാടിനെതിരായ പ്രചാരണ പടക്കോപ്പുകൾ തീർക്കുന്നതിന് വെടിമരുന്നായി മാറുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. 2016 ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നു. സാധാരണ നിലയിൽ ഒരു UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ 2 മാസങ്ങളിൽ കേരളം സാമൂഹികമായും സാമുദായികമായും വിഭജിക്കപ്പെടുന്ന അപകടകരമായ സാഹചര്യം സംജാതമാകും. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ജാതി മത സമുദായ സമ്മർദ്ദ ശക്തികളുടെ വിലപേശൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ നാടിനെ അത് നേടിയെടുത്ത എല്ലാ മൂല്യങ്ങളിൽ നിന്നും ദശാബ്ദങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകും. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ആദ്യ ആഴ്ചകളിലെടുത്ത തീരുമാനം പാതി വഴിയിൽ വീണുപോയ 60,000-ഓളം മനുഷ്യരെ കണ്ടെത്തുകയും ആരും ചോദിക്കാതെ ആരും ആവശ്യപ്പെടാതെ അവരുടെ ഭവനം നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ആദ്യ മാസങ്ങളിൽ തന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ചരിത്രം. തുടർഭരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയമുദ്ര ചാർത്തിയ 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർച്ചയായ 2-ാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു. അതിനായി മാർഗരേഖകൾ ഉണ്ടാകുന്നു, ലഘുലേഖകൾ ഉണ്ടാകുന്നു, പഠന ക്ലാസുകൾ ഉണ്ടാകുന്നു, പരിശീലനങ്ങൾ ഉണ്ടാകുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നു, കണ്ടെത്തൽ പ്രക്രിയ ആരംഭിക്കുന്നു. ആവശ്യമുള്ളതെല്ലാം സാധ്യമാക്കുന്നതിന് ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ ഉണ്ടാകുന്നു. പിന്നെ കേരളം കണ്ടത് കോലാഹലരഹിതമായ ഒരു വൻ മുന്നേറ്റമായിരുന്നു. അവകാശരേഖകളില്ലാത്ത മനുഷ്യർക്ക് അവകാശരേഖകൾ നേടിക്കൊടുത്തു. അടിയന്തര പരിചരണം ആവശ്യമുള്ളവർക്ക് അടിയന്തര പരിചരണം നൽകി. പാചകം ചെയ്ത ഭക്ഷണം വേണ്ടവർക്ക് അവരുടെ രോഗാവസ്ഥയും ശാരീരികാവസ്ഥയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഭക്ഷണം പാചകം ചെയ്ത് നൽകണമെന്ന് ഉത്തരവുണ്ടായി. ഭക്ഷ്യധാന്യങ്ങൾ വേണ്ടവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകി. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകി. കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി അവർക്കാവശ്യമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകി. ഇതിലൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ അണാ പൈസ ലഭിച്ചിട്ടില്ല. ഒടുവിൽ സുസ്ഥിരമായ വരുമാനം ആവശ്യമുള്ളവർക്കായി കുടുംബശ്രീ മിഷനുകൾ സഹകരിച്ചുകൊണ്ട് ഉജ്ജീവനം പദ്ധതിയിലൂടെ വരുമാനദായകമായ സംവിധാനങ്ങൾ നൽകി. അതായത് നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അണാ പൈസയ്ക്ക് വേണ്ടി കേരളം കാത്തുകെട്ടിക്കിടന്നില്ല. അങ്ങനെ നമ്മുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ബയോസ്ഫിയറിന് പുറത്തായിരുന്ന 1,00,000-ലധികം മനുഷ്യരെ നമ്മുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൂടെയും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളിലൂടെയും പരിരക്ഷ ലഭിക്കത്തക്ക വിധം ശാക്തീകരിച്ചു. ദാ വരുന്നു പൊന്നെ കുറെ PhDക്കാരും മനസ്സിൽ ആണിരോഗം ബാധിച്ച ഒപ്പിടൽ വിദഗ്ധന്മാരും. വെറുപ്പിൻ്റെ വ്യാപാരികളിൽ നിന്നും ഉരുപ്പടികൾ ശേഖരിച്ചുകൊണ്ട് കടുംവെട്ടിലൂടെ കേരളം കൊള്ളയടിച്ച് ഭരണം വിട്ടോടിയ മുന്നണിയുടെ വക്താക്കൾ. ചെത്തുകാരൻ മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഇവിടെ ആരും കൊണം പിടിക്കരുതെന്ന് ചിന്തിക്കുന്ന പാപപങ്കില മാനസരുടെ പ്രാക്കിനും നിലവിളിക്കും അപ്രസക്തമാക്കാൻ കഴിയുന്നതല്ല ഈ ഐതിഹാസിക നേട്ടം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ജനപക്ഷ ഇടപെടലിൻ്റെ സാർത്ഥക സാക്ഷ്യപത്രമായി മാറുകയാണ് നാളത്തെ പ്രഖ്യാപനം. അതെ, മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയൻ, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ ചെയ്യുന്നത് മാത്രം പറയുന്ന CPIM-ൻ്റെ
പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രഖ്യാപിക്കും കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന്. നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: ഡോക്ടർ രാംകുമാർ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം; VK സനോജ്, DYFI നേതാവ്; റോണി കെ ബേബി, കോൺഗ്രസ് വക്താവ്; S നന്ദു, BJP നേതാവ്; M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം ഡോക്ടർ രാംകുമാറിലേക്ക്. രാംകുമാർ, ഞാൻ താങ്കളിലേക്ക് ഇതിൻ്റെ കക്ഷി രാഷ്ട്രീയ വശങ്ങളിലേക്ക് എത്തുന്നില്ല. രാഷ്ട്രീയ വശം എല്ലാത്തിലും ഉള്ളടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായി അത് വരുമായിരിക്കും. എന്താണ് ഈ അതിദാരിദ്ര്യം? എന്താണ് ഈ അതിദാരിദ്ര്യ മുക്ത കേരളത്തിൻ്റെ പദ്ധതികൾക്കായി കേരളം ആവിഷ്കരിച്ച നടപടിക്രമങ്ങൾ? അജിംഷാദ്, ഇവിടെ നാളെ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇതുപോലെ മറ്റൊരു പ്രഖ്യാപനം അവസാനമായി നമ്മൾ കണ്ടത് 3 വർഷങ്ങൾക്ക് മുൻപ് ചൈന അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം വരുമ്പോഴാണ് നമ്മൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പദത്തിന്റെ ആദ്യത്തെ ഒരു യൂസ് നമ്മൾ കേൾക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് 2021 കേരളം പ്രഖ്യാപിക്കുന്നത് ഞങ്ങളും അതിദാരിദ്ര്യം ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്, കേരളം പറഞ്ഞത് ഞങ്ങൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നല്ല. അതൊരു വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പദമാണ്, നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിന് പലപ്പോഴും ആപേക്ഷികമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. കേവലമായ അർത്ഥം ഒരിക്കലും ദാരിദ്ര്യത്തിന് കൊടുക്കാനായിട്ട് കഴിയില്ല. കേവലമായ ഒരു നിർവചനം ഒരിക്കലും ദാരിദ്ര്യത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതിന് ആപേക്ഷികമായേ നിർവചിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചില മാനദണ്ഡങ്ങൾ വേണ്ടി വരും. അപ്പൊ നമ്മളൊരു മാനദണ്ഡം ഫിക്സ് ചെയ്യുമ്പോൾ മറ്റൊരാൾ മറ്റൊരു മാനദണ്ഡവുമായിട്ട് വരികയും അതാണ് ദാരിദ്ര്യം, അതാണ് എന്റെ ഒരു തിരിച്ചറിവിൽ ഇതാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന ഘട്ടങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പൊതുവിൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നിർവചനം ദാരിദ്ര്യത്തിന് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്, ഒരു കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നവര് അതിനാവശ്യമായിട്ടുള്ള പണം അവരുടെ കയ്യിലുണ്ടോ, അതിന് കുറച്ചുകൂടി വിപുലീകരിച്ച് പിന്നീട് നമ്മൾ ഹിന്ദിയിൽ റോട്ടി കപ്പട മക്കാൻ എന്ന് പറയുമ്പോൾ, അതായത് ഭക്ഷണം, വസ്ത്രം, ഭവനം, ഈ 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ബേസിക് നീഡ്സ് എന്ന അടിസ്ഥാനത്തിൽ ദാരിദ്ര്യത്തെ നിർവചിച്ചു പോയിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പോലെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ സൂചകങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നൊരു പുതിയ സൂചികയും വന്നിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ ദാരിദ്ര്യത്തെ നിർവചിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരിയുമാണ്. ഈ രീതിശാസ്ത്രങ്ങളിലെല്ലാം ചെറിയ ചെറിയ പിശകുകളും പോരായ്മകളും ഉണ്ട് താനും. പക്ഷേ പൊതുവിൽ ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് സാധ്യമല്ലെങ്കിൽ പോലും വലിയൊരു പരിധിവരെ ദാരിദ്ര്യത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, സമൂഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത്, എവിടെയൊക്കെ ഭൂപരിഷ്കരണം നടന്നിട്ടുണ്ടോ അവിടെ മാത്രമേ ദാരിദ്ര്യത്തെ ഒരു വലിയൊരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എവിടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ വലിയ രീതിയിലുള്ള ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ അവിടെ മാത്രമേ നമുക്ക് ഈ ദാരിദ്ര്യത്തെ വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. എവിടെയൊക്കെയാണ് പൊതുജനാരോഗ്യ മേഖലയുടെ വലിയ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെ മാത്രമേ നമുക്ക് ദാരിദ്ര്യത്തിന്റെ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിലെല്ലാം കേരളം സ്കോർ ചെയ്യുന്നുണ്ട്. മറ്റ് വികസിത രാജ്യങ്ങൾ നേടിയിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സൂചകങ്ങൾ, അതുപോലെ തന്നെ ഭൂപരിഷ്കരണത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു നിർവഹണം, ഇതെല്ലാം കേരളത്തിന്റെ സമൂഹത്തെ വലിയ വിപ്ലവകരമായിട്ട് ചരിത്രപരമായിട്ട് തന്നെ മാറ്റിയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ അവിടെ എല്ലാം കേരളം ഏറ്റവും മുൻപിലുണ്ട്. ആവശ്യം വേണ്ട ഘടകങ്ങൾ, ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, പ്രീ റെക്വിസിറ്റുകൾ കേരളത്തില് ചരിത്രപരമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. 1. 2, പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം 70-കൾ 80-കളൊക്കെ വരുമ്പോൾ കേരളം കുറച്ചുകൂടി മുൻപോട്ട് പോയിട്ട് വലിയ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്.
അവിടെയാണ് സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ വരുന്നത്, അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത്. ഇതെല്ലാം 80കളിൽ നടപ്പിലായിട്ടുള്ള പുതിയ കാര്യങ്ങളാണ്. പിന്നീട് 90കൾ വരുമ്പോ നമുക്ക് ജനകീയ ആസൂത്രണം എന്ന് ലോകത്ത് ഒരിടത്തും നടപ്പിലാക്കിയിട്ടില്ലാത്ത രീതിയിലുള്ള ജനകീയമായിട്ടുള്ള പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു ജനാധിപത്യം നടപ്പിലാക്കാനായിട്ടുള്ള കാര്യങ്ങളും കേരളത്തിൽ നടന്നു വന്നു. പിന്നീട് 2016 ആയപ്പോ ഈ കാര്യങ്ങളൊക്കെ നവീകരിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ ഈ യാത്രയിൽ പുറകോട്ട് തള്ളപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള പുതിയൊരു നടപടിയും പുതിയൊരു സെറ്റ് പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഒരു കണ്ടിന്യൂറ്റി കേരളത്തിനുണ്ട് എന്നുള്ളതാണ്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷിതത്വം, ജനകീയ ആസൂത്രണം, പിന്നെ ഇതിന്റെയൊക്കെ നവീകരണം, ഇതിന്റെയൊക്കെ പുറമെ കേരളം സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ഈറ്റില്ലം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് കേരളത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ പ്രീ റെക്വിസിറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത, ചൈന പോലെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ മാത്രമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ മാത്രമുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്. പക്ഷെ രണ്ട്, ഇതൊക്കെ ദാരിദ്ര്യം വലിയ രൂപത്തിൽ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോഴും നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് നമുക്ക് പറയാവുന്ന സൂചികയിൽ 0.48% മാത്രമാണ് കേരളത്തിലെ ദാരിദ്ര്യം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിന് എത്രയോ ഇരട്ടിയാണ്. നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കെടുത്താൽ പോലും 1.3% ജനങ്ങൾ മാത്രമേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളൂ എന്ന് അവർ പറയുന്നു. പക്ഷേ ഈ സൂചകങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ട്. ഇവയെല്ലാം വിമർശന വിധേയമാക്കേണ്ട രീതിശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണിതെല്ലാം, സൂചകങ്ങളാണിതെല്ലാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം, ഒരു മിനിറ്റ് കൂടി. ഇതില് പ്രശ്നം എന്ന് പറയുന്നത് ഈ സൂചകങ്ങളെല്ലാം തന്നെ വലിയ രൂപത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ഈ രീതിശാസ്ത്രങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഈ സൂചകങ്ങൾ വഴി നമുക്ക് കിട്ടുന്നത് ഒരു പെർസെന്റേജ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആരാണ് ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്നുള്ള ഒരു കണക്ക് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ ദാരിദ്ര്യം കുറച്ചുകൊണ്ട് വന്നപ്പോഴും ഈ അതിദരിദ്രർ എന്നൊരു പുതിയ വിഭാഗത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതിനിടയ്ക്ക് ജനകീയ ആസൂത്രണം തുടങ്ങിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അതിന്റെ അകത്ത് SCP, TSP, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ഉപപദ്ധതി, കുടുംബശ്രീ, ഇതൊക്കെ വന്നു. പിന്നീട് 2002-2003 ആയപ്പോൾ നമ്മൾ ആശ്രയ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. അതൊരു സെറ്റ് ക്ലേശ ഘടകങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. പിന്നീട് 2016 ആയപ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടി പരിഷ്കരിച്ചുകൊണ്ട് അഗതിരഹിത പദ്ധതി എന്ന രൂപത്തിലേക്ക് അതിദരിദ്രരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാക്കിയിട്ട് അതിനെ മാറ്റി. പിന്നീട് 2021 ആയപ്പോൾ അതിനെ ഒരു പടി കൂടി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ അതിദരിദ്രരെ ഒരു ജനകീയ ക്യാമ്പയിൻ വഴി കണ്ടെത്തിക്കൊണ്ട് അവരെ പരിപൂർണമായിട്ട് അവിടെ നിന്ന് പുറത്തെത്തിക്കുക എന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ പ്രധാനം ദാരിദ്ര്യം, അതിദാരിദ്ര്യം, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദാരിദ്ര്യത്തിന്റെ ഒരു അതിതീവ്ര രൂപമാണ് അതിദാരിദ്ര്യം. ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഈ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ ശക്തമായ പിന്തുണ ഇല്ലാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ്. ഒരു സാധാരണ ദരിദ്രർക്ക് അവരുടെ ജീവിതം, വരുമാനം അല്ലെങ്കിൽ തൊഴിൽ കൊണ്ട് കുറച്ചൊക്കെ മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിലും ഇവർക്ക് അതിനുപോലും കഴിയാത്ത വളരെ തീവ്രമായ രൂപത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അതിദരിദ്രർ. തെരുവിൽ കഴിയുന്നവർ, മറ്റു വരുമാന സാധ്യതകളോ ആസ്തികളോ ഇല്ലാതെ അതിജീവനം പ്രതിസന്ധിയിലായിട്ടുള്ള കുടുംബങ്ങള്, വയോജനങ്ങൾ മാത്രമുള്ള കുടുംബങ്ങള്, ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ മാത്രം നേരിടുന്ന വിഭാഗങ്ങൾ മാത്രമുള്ള കുടുംബങ്ങള്, കുടുംബനാഥൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള മറ്റു വരുമാന സാധ്യതകളോ ആസ്തികളോ ഒന്നും ഇല്ലാത്ത കുടുംബങ്ങള്, കിടപ്പ് രോഗികൾ മാത്രമുള്ള കുടുംബങ്ങള്, ആ കുടുംബത്തിൽ ആർക്കും തൊഴിലെടുക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയുള്ള കുടുംബങ്ങള്, ഇതെല്ലാം ഈ ദാരിദ്ര്യം എന്ന ഒരു കൺസെപ്റ്റിന് അപ്പുറത്തേക്ക് അതിന്റെ ഒരു കോർ പാർട്ടായിട്ടുള്ള അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ചില സർവേ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ വാർഡ് തലം വരെയുള്ള പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനകീയമായിട്ട് അവരെ കണ്ടെത്തിക്കൊണ്ട് ഒരു മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ കൊണ്ടുവരാം. ഈ
പ്രവർത്തനമാണ് 2021 മുതൽ കേരളത്തിൽ വിജയകരമായി നടന്നു വന്നതും. തീർച്ചയായും വ്യക്തമാണ്, സമഗ്രമാണ്. ഞാൻ തിരിച്ചെത്താം ശ്രീ ഡോക്ടർ രാംകുമാർ, ഞാൻ തിരിച്ചെത്താം. റോണി കെ ബേബി, കോൺഗ്രസ് നേതാവ്. ശ്രീ റോണി കെ ബേബി, ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമല്ലാത്തവർ, അതാണ് അതിദരിദ്രം. ഇപ്പോൾ ഡോക്ടർ രാംകുമാർ അതേ സംബന്ധിച്ച് വിശദീകരിച്ചു. ഞാൻ ഒരു കാര്യം കോൺഗ്രസിനോട് ചോദിക്കുന്നു. ഒരു ദാരിദ്ര്യ ലഘൂകരണ പ്രക്രിയയായി അല്ലെങ്കിൽ അതിലേക്കുള്ള പടവുകളായി ഒരു മൂന്നാം ലോക രാജ്യത്തെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം മുമ്പോട്ട് പോകുന്നു എന്നതായെങ്കിലും അതിദരിദ്ര മുക്ത കേരളം പദ്ധതിയെ അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തെ കോൺഗ്രസിന് കാണാൻ കഴിയാത്തത് എന്ത്? റോണി കെ ബേബി. നമ്മുടെ അഭിമാനമായ നമ്മുടെ ഭരണഘടനയുടെ തന്നെ ലക്ഷ്യം വെൽഫെയർ സ്റ്റേറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു ക്ഷേമരാഷ്ട്രം, എല്ലാവർക്കും ക്ഷേമം, ദാരിദ്ര്യമില്ലാത്ത, ദാരിദ്ര്യമുക്തരില്ലാത്ത ഒരു കേരളം. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ, വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദാരിദ്ര്യം തുടച്ചു നീക്കുക, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് സത്യസന്ധമായ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ഇതിനെ ആത്മാർത്ഥമായി തന്നെ സ്വാഗതം ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് വീണ്ടും സംശയം, ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. 2002 ആശ്രയ പദ്ധതിയായി ഇത് ആരംഭിച്ചത്. അതിദരിദ്രരെ തെരഞ്ഞെടുത്ത് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുവാനുള്ള പദ്ധതി. 2007 തന്നെ പ്രധാനമന്ത്രിയുടെ അംഗീകാരം അതിന് കിട്ടി. വലിയ അഭിനന്ദനം അതിന് കിട്ടി. ആ പദ്ധതി തന്നെ പല പേരുകളിലൂടെ മാറി മാറി വന്ന് അവസാനം 2017 ആയപ്പോൾ അത് അഗതിരഹിത കേരളം പദ്ധതിയാക്കി മാറ്റി. കൃത്യമായി പറഞ്ഞാൽ 2017 ഒക്ടോബർ 19 അതിന്റെ തുടക്കം കുറിച്ചു കുടുംബശ്രീ വഴി. ഇപ്പോൾ ദാരിദ്ര്യം എന്താണ്, അതിദാരിദ്ര്യം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു അന്താരാഷ്ട്ര നിർവചനങ്ങളിലേക്കൊന്നും പോകണ്ട. കൃത്യമായി തന്നെ ആ അഗതിരഹിതം കേരളം പദ്ധതിയിൽ 9 ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അതിദരിദ്രരായിട്ടുള്ളത്, അവരെ എങ്ങനെ തെരഞ്ഞെടുക്കാം? ആ 9 ക്രൈറ്റീരിയയിൽ ഒരു 4-5 മാത്രം ഞാനിവിടെ വായിക്കാം. 10 സെന്റിനും 5 സെന്റിനും താഴെ ഭൂമിയുള്ളവർ, ഭവനരഹിതർ, 150 മീറ്ററിനുള്ളിൽ കുടിവെള്ളമില്ലാത്തവർ, ശുചിത്വ കക്കൂസ് ഇല്ലാത്തവർ, ജോലിയുള്ള ഒരാൾ പോലും ഇല്ലാത്ത കുടുംബം, ശാരീരിക മാനസിക വെല്ലുവിളികളും തീരാവ്യാധികളും ബാധിച്ചവരുടെ കുടുംബം തുടങ്ങിയത് ഞാനിപ്പോ തന്നെ 6 വായിച്ചു. അങ്ങനെയുള്ള 9 ക്രൈറ്റീരിയ. നമ്മളല്ലാതെ അതിന് വലിയ എന്താണ് ദാരിദ്ര്യം, എന്താണ് അതിദാരിദ്ര്യം എന്നതിനെ കുറിച്ച് നമ്മൾ വലിയ നിർവചനങ്ങളിലേക്കൊന്നും പോകണ്ട. അപ്പോൾ അങ്ങനെ കൃത്യമായി 9 ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് തന്നെ അന്ന് ഏകദേശം 1,60,000 ആളുകളെ ഇതിന് അർഹതയുണ്ട് എന്ന് അന്ന് തന്നെ അത് കുടുംബശ്രീ വഴി. പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 2019 ഫെബ്രുവരി മാസം 21 അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അദ്ദേഹം കൽപ്പറ്റയിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. ഇപ്പോൾ ഓർത്തോളം കണക്ക് നിൽക്കുന്നത് 1,60,000 പിന്നീട് 2021 LDFന്റെ പ്രകടന പത്രിക, സത്യസന്ധമായി തന്നെ ആ കണക്കിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. LDFന്റെ പ്രകടന പത്രികയുടെ 215 ഇനമായി പറയുകയുണ്ടായി. എന്താ? കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളുടെ എണ്ണം 4.5 ലക്ഷത്തിലധികം, 4.5 ലക്ഷം. അങ്ങനെ ഓൾറെഡി നമ്മളിപ്പോൾ 1,60,000 ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള സർവേ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ ഒരൊറ്റ കാര്യം ഇവിടെ പറയാം. നമ്മുടെ കേരളത്തിലെ ഒന്നാമത്തെ ക്രൈറ്റീരിയ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂമി ഇല്ലാത്തവരുടെ എണ്ണം. ഈ ഇടതുപക്ഷ സർക്കാർ വലിയ കുത്തിഘോഷിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഭൂരഹിത കേരളം പദ്ധതി. അതിലേക്ക് 2023 വരെയുള്ള അപേക്ഷകരുടെ എണ്ണം 2,33,232. ഇനി ലൈഫ് പദ്ധതി, വീടില്ലാത്തവരുടെ, അതിൽ ലൈഫ് പദ്ധതിയിലുള്ള അപേക്ഷകരുടെ എണ്ണം 5,91,368. അതിൽ ഈ സർക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ പറയുന്ന വീടുകൾ നൽകിയിരിക്കുന്ന ലൈഫ് പദ്ധതിയിൽ 4,62,307. ഞാൻ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ കണക്കുകളെല്ലാം വെച്ച് 64,006 ആളുകൾ മാത്രമേ ഈ കേരളത്തിൽ അതിദരിദ്രരായ. താങ്കൾക്ക് ഈ കണക്കുകളൊക്കെ അറിയാം. ഇത് താങ്കൾ ബുദ്ധിപൂർവമായ ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിൽ മുമ്പോട്ട് വെക്കുന്ന കാര്യമാണ്. ദാരിദ്ര്യമുക്ത പരിപാടികൾ വേറെ നടക്കുന്നുണ്ട്. ഇത് അതിദരിദ്ര മുക്തമാണ്. അതായത് ദാരിദ്ര്യ മുക്തർ അല്ലെങ്കിൽ ദാരിദ്ര്യ ലഘൂകരണ പരിപാടികളുടെ ഒരു നിർണായകമായ പടവ്, ചുവടുവയ്പ്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയും LDF സർക്കാരും ഇപ്പോൾ ഡോക്ടർ രാംകുമാറും ഒക്കെ വിശദീകരിച്ചത്. താങ്കൾ അതിന് ബുദ്ധിപൂർവമായൊരു ന്യായീകരണം ആദ്യം കണ്ടെത്തി. ദരിദ്രരെന്നോ അതിദരിദ്രരെന്നോ തിരിക്കേണ്ടതില്ല, ആ മാനദണ്ഡം നോക്കണ്ട എന്ന്. അത് ഓക്കെ. ഞാൻ പറയുന്നു ഒരൊറ്റ കാര്യം, ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ്, 2021
ഈ അതിദാരിദ്ര്യമുക്തം എന്ന ഇവരുടെ സർക്കാരിൻ്റെ പ്രഖ്യാപനം തുടങ്ങുന്നു. അവർ ആ അർത്ഥത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. കിലയുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശം തയ്യാറാക്കുന്നു. 4 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥർ, പോരാത്തതിന് കുടുംബശ്രീ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തകർ അടക്കം ഉള്ളവരാണ് ഈ പരിശോധനകൾക്ക്, പ്രവർത്തികൾക്ക്, ഈ മാർഗനിർദ്ദേശത്തിൽ പങ്കാളികളായി പ്രവർത്തിച്ചത്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ത് മാനദണ്ഡമാണെന്ന്. BJP ചോദിക്കുന്ന അതേ വാദം നിങ്ങൾ ചോദിച്ചു. 1,18,309 കുടുംബങ്ങളെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തി. 87,158 കുടുംബങ്ങളെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തി. പിന്നീട് സൂപ്പർ ചെക്ക് നടത്തി 73,747 കുടുംബങ്ങളെ ആ പട്ടികയിൽ അങ്ങനെ ഉൾപ്പെടുത്തി. തുടർന്ന് 1,03,099 പേർ, 1,03,099 വ്യക്തികൾ ഉൾപ്പെടുന്ന 64,006 കുടുംബങ്ങളെ കണ്ടെത്തുന്നു. ഹ്രസ്വകാല പരിപാടികൾ, ഇടക്കാല പരിപാടികൾ, ദീർഘകാല പരിപാടികളൊക്കെ വേർതിരിച്ചൊരു വലിയ പ്രക്രിയയിലൂടെ നീങ്ങുന്നു. ഇതാണ് ഒരു ആസൂത്രണവും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നത്. അത് തെറ്റ്. 4,421 പേരെ മരിച്ചതായി കണ്ടെത്തി. അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി. 261 പേർ, 261 കുടുംബങ്ങൾ പല കാരണങ്ങളാൽ ഈ സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിയേറി. അവരെ ഒഴിവാക്കി. ഒന്നിലേറെ പട്ടികകളിൽ ഉൾപ്പെട്ട 47 കുടുംബങ്ങളുണ്ടായിരുന്നു. അവരെ ഒഴിവാക്കി. അതിനുശേഷമാണ് ഈ 59,277 കുടുംബങ്ങൾ അതിദരിദ്രമാകുന്നത്. നോക്കൂ, അതിൽ നടന്ന പ്രക്രിയകളാണ്, അതിൽ നടന്ന ഹോംവർക്കുകളാണ്, അതിൽ നടന്ന രീതികളെയും ആ ഒരു പ്രത്യേക രീതിശാസ്ത്രം, ഒരു പ്രത്യേക മെത്തഡോളജിയിൽ നടന്ന രീതിശാസ്ത്രത്തെ സംബന്ധിച്ചുമുള്ള വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ അല്ല ഇത് നടപ്പാക്കിയത്, ഇത് കണ്ടെത്തിയത്. പിന്നീട് റോണി കെ ബേബി പറഞ്ഞ ഈ അതിദാരിദ്ര്യർ ഇല്ലാത്ത ഈ കേരളം എന്ന പ്രഖ്യാപനത്തിൻ്റെ തടസ്സങ്ങളായി നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്നും താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് റദ്ദാകുന്നതല്ല. താങ്കൾ ഈ പറഞ്ഞ ദാരിദ്ര്യമുക്ത പ്രവർത്തികൾ അത് തുടരും. അത് മറ്റൊന്നാണ്. ഇത് അതിൽ തന്നെ അതിദരിദ്രരായ, അവർക്ക് ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ജീവിക്കാനാകാത്തവരാണ്. അവരെ കണ്ടെത്തുന്ന പ്രക്രിയയും അവരെ മോചിപ്പിച്ചതുമാണ് ഈ പറഞ്ഞത്. അതിനുള്ള പ്രക്രിയകളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. പക്ഷേ താങ്കൾ അവിടെയും കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായാണ് ആ നന്മയെ കണ്ടത്. റോണി കെ ബേബി, ഞാൻ തിരിച്ചെത്താം. രാംകുമാർ ഒന്ന് കൈ ഉയർത്തുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എനിക്ക് സനോജ് മറ്റു അതിഥികളുണ്ട്, എന്നാലും രാംകുമാർ പെട്ടെന്ന് പറയാം. അതായത് ഇപ്പൊ കേട്ട വിമർശനത്തിൽ സ്വാഗതാർഹമാണ്. കാരണം അദ്ദേഹം 4 ലക്ഷം പേർക്ക് വീട് കൊടുത്തു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് അതെല്ലാം സാധാരണ രീതിയിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. അവ തുടരും. അവയ്ക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം. ഇവിടെ സംസാരിക്കുന്ന വിഷയം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇനി അതിദരിദ്രരാര് എന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വേറൊരാള് മറ്റൊരു നിർവചനവുമായിട്ട് വന്നേക്കാം. ആയിക്കോട്ടെ, അങ്ങനെ വരട്ടെ. അതാണല്ലോ ഒരു ഡെമോക്രാറ്റിക് ആംബിയൻസ്. പക്ഷെ ഇതിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതെ, ഞാൻ രാംകുമാർ വ്യക്തമാണ്. സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാം. സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഒരു തുടർ പ്രക്രിയയായിട്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഒരു ദരിദ്രരെ പോലും മാറ്റി നിർത്താനോ ഈ വിഷയങ്ങളിൽ നിന്ന്, ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനോ ഈ സർക്കാർ ഉദ്ദേശിക്കുന്ന വിഷയമേ ഇല്ല. ഇവിടെ ആരെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുള്ളതായിട്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വളരെ സന്തോഷപൂർവ്വം അവരെയും കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഒരു 2.0 എന്ന രീതിയിൽ പുതിയ ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നാളെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് ഇന്ന് മന്ത്രി MP രാജേഷ് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുണ്ടാവും. തീർച്ചയായും. VK സനോജ്, അതായത് ഇത്തരത്തിലൊരു തടസ്സം, അതായത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത്, കാരണം നമുക്കറിയാമല്ലോ ഒരു നാട്, ആ നാടിലെ ഒരു രാജ്യം, ആ രാജ്യത്തെ ഒരു സംസ്ഥാനം, ഒരു 3-4 ലോക നാട് എത്രയോ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുന്ന പ്രക്രിയകളിൽ ഒന്നാണ് ഈ അതിദാരിദ്ര്യ മുക്തമായ പ്രവർത്തികൾ. അതിനെപ്പോലും ഇങ്ങനെ വിമർശനം. അതായത് മൃഷ്ടാനം സദ്യ ഉണ്ടതിന് ശേഷം പായസവും കുടിച്ച ആ പായസത്തിൽ വല്ലാതെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും പല്ലിൽ തടഞ്ഞു എന്ന് കുറ്റം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു കുറ്റവും ഇതേ സംബന്ധിച്ച് പറയാനില്ല. റോണി കെ ബേബിയെ പോലെ വളരെ ഷാർപ്പായി ചർച്ചകൾ പങ്കെടുക്കുന്ന ഒരാൾ പോലും, ഇപ്പോൾ രാംകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾ, ഭവന പാർപ്പിട പദ്ധതികളൊക്കെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്, ലക്ഷക്കണങ്ങൾക്ക് നൽകിയത്. പക്ഷേ എന്നിട്ടും അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനത്തെ അങ്ങോട്ട് ഉൾച്ചേരാനാകുന്നില്ല. അതിൻ്റെ രാഷ്ട്രീയം എന്താണ് VK സനോജ്?
ഈ അതിദാരിദ്ര്യ വിമുക്തം എന്ന് പറയുന്ന ഒരു പദം തന്നെ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ചൈന അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചപ്പോഴാണ് നമ്മളെല്ലാം അതിനെക്കുറിച്ച് ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളം, അതായത് കേരളം ഒരു പ്രത്യേക രാജ്യമല്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം മാത്രമാണ് കേരളം. അപ്പോൾ കേരളം ഇങ്ങനൊരു നേട്ടം, ചൈനയോട് കിടപിടിക്കുന്ന രൂപത്തിലുള്ളൊരു നേട്ടം കൈവരിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചിട്ട് ഈ കോൺഗ്രസിൻ്റെ വക്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കണം എന്നാണ് എല്ലാ വിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഓരോ കോൺഗ്രസ് നേതാവും എന്തൊക്കെയാണ് ചാനൽ ചർച്ചകളൊക്കെ പറയുന്നത്, പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്താണ്, ചെന്നിത്തല എന്ത് പറഞ്ഞു എന്നൊക്കെ ഞാൻ നോക്കിയായിരുന്നു. എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട വാദം ദാരിദ്ര്യം എന്താണ്, അതിദാരിദ്ര്യം എന്താണ്, ഇത് നിശ്ചയിച്ച മാനദണ്ഡം എന്താണ്, ഇത് നിശ്ചയിച്ച അതോറിറ്റി ആരാണ് എന്നൊക്കെയാണ് തർക്കം. ഇവിടെ തർക്കമില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? തർക്കമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ 64,006 കുടുംബങ്ങളെ കേരളത്തിൽ മികച്ച നിലയിൽ എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തി ചർച്ച നടത്തി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കമില്ലാത്ത കാര്യം. അതിനകത്ത് കുറച്ച് ആളുകൾ നേരത്തെ 4,729 ആളുകളെ ഒഴിവാക്കി. ഇപ്പോൾ 59,277 ആളുകൾ. അവർ അതിദരിദ്രരാണ്. അതിദരിദ്രർ എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല. കുറേ ആളുകൾക്ക് അതിനകത്ത് വീടില്ല. അതിനകത്ത് കുറേ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ്. തൊഴിലില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും ആളുകൾ അതിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഇവിടെ തർക്കമുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് തർക്കിക്കാം. അതെ, അങ്ങനെ തർക്കമുണ്ടോ? 3.5 കോടി ജനങ്ങളിൽ 59,277 പേർക്ക് ആ 3.5 കോടി ജനങ്ങളിൽ നിന്നും ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് മാത്രം എടുത്താൽ മതി. ഇനി അതിദരിദ്രം എന്ന വാക്കിന് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിവെച്ചേക്ക്. ഇനിയിപ്പോൾ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത് എവിടെയാ കോഴിക്കോട് ഏതോ ഒരു ഉന്നതിയിൽ ഏതോ ഒരാൾ വിട്ടുപോയിട്ടുണ്ട്, അവർക്ക് വീടില്ല, അതുകൊണ്ട് ഇതെല്ലാം തട്ടിപ്പാണെന്നാണ്. ഞാൻ പറയുന്നത് സുഹൃത്തെ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്ക്. അതല്ലേ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. അത് വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുകയും അയാളെ കൂടി ഇതിൻ്റെ ഭാഗമായി പെടുത്തേണ്ടതാണ്, മാനദണ്ഡത്തിൽ പെടുത്താൻ കഴിയുമെങ്കിൽ അതിനുള്ളിൽ നിൽക്കുമെങ്കിൽ അവരെ കൂടി പെടുത്തിയിട്ട് അവരെ കൂടി ചേർത്ത് പിടിക്കുകയല്ലേ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവേണ്ടത്. അതാണ് കറക്റ്റാണ്. അത് ആപ്റ്റായ ഒരു പ്രതികരണമാണ്. ഞാൻ ശ്രീ എം ജയചന്ദ്രനിലേക്ക് വരുന്നതിന് മുമ്പ് BJP നേതാവിലേക്ക് ശ്രീ നന്ദു, അതായത് അതിദാരിദ്ര്യമുക്തം എന്ന കേരളത്തിൻ്റെ പദ്ധതി ഏതർത്ഥത്തിലാണ് BJP എതിർക്കുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനം, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറിൽ വീടുകളുടെ അവസ്ഥ കണ്ടു. 10,000 രൂപ പ്രഖ്യാപിച്ചതുപോലും ലഭിക്കാത്തവർ നിരവധി കണ്ടു. ഇങ്ങനെ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത്തരം അതിദാരിദ്ര്യം കണ്ടെത്താനുള്ള പ്രക്രിയ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ അതിദാരിദ്ര്യമുക്തമാകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇത് കേന്ദ്ര ഫണ്ട് കൂടി ഉള്ളതാണ് എന്ന അവകാശവാദം പറയുന്നവർ ഏതെങ്കിലും ഒരു BJP സംസ്ഥാനത്ത് ഇത് നടപ്പാക്കി മാതൃക കാട്ടിയിട്ടുണ്ടോ? നന്ദു, ഇതിനകത്ത് താങ്കളുടെ ആദ്യത്തെ ഇൻട്രോ എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയന് വേണ്ടിയിട്ട് അടുത്ത ഇലക്ഷനുകളിൽ വരാൻ പോകുന്ന ഒരു നറേഷൻ, ആ നറേഷൻ അവതരിപ്പിക്കുമ്പോൾ താങ്കൾ അതിനകത്ത് ഒരുപാട് സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അതായത് കേന്ദ്രത്തിൻ്റെ നയാ പൈസ ഇല്ലാതെയാണ് നിങ്ങൾ പല ബൃഹത്തായ കാര്യങ്ങളും ചെയ്തത് എന്ന്. ഞാൻ അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. സ്കൂളുകളിലെ ആ ഉച്ചഭക്ഷണ പദ്ധതി ആരുടേതാണ്, സാറുടെ സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. തൊഴിലുറപ്പ് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. സാധാരണക്കാരൻ്റെ തൊഴിലുറപ്പ് വിഷയങ്ങൾ അത് ആരുടെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത്. ക്ഷേമനിധികൾ, നിങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ, ഇതെല്ലാം ആരാണ് ഇതിൻ്റെയൊക്കെ കോൺട്രിബ്യൂട്ടർ, ഒരു വൺ സൈഡ് കോൺട്രിബ്യൂട്ടർ ആരാണ് എന്നുള്ളത് താങ്കൾ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമായി ഇതേ കോൺട്രിബ്യൂഷനിൽ ഇതേ കോൺട്രിബ്യൂഷനിൽ മറ്റ് BJP സംസ്ഥാനങ്ങളിൽ ബഹുമാനപ്പെട്ട ആങ്കർ ഈ പരിപാടി മനോജിനും രാംകുമാറിനും ഒക്കെ കൊടുത്ത ജനാധിപത്യ ബോധം എനിക്ക് കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ താങ്കൾ ഇത്തരത്തിൽ അസത്യവും അവാസ്തവമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ എന്താണ് രാഷ്ട്രീയം എന്ന് മറ്റ് ആളുകൾ ചോദിക്കുന്നത് പോലെ താങ്കൾ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പോലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ടാണ് താങ്കൾ മറ്റുള്ളവർക്ക് നേരിൽ വിരൽ ചൂണ്ടാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇനി എന്തുകൊണ്ടാണ് BJP ഈ വിഷയത്തെയൊക്കെ എതിർക്കുന്നത് എന്നുള്ളതാണ് താങ്കളുടെ എനിക്ക് നേരെയുള്ള ചോദ്യം. 2 കാര്യം, ഒരു 3 കാര്യം മാത്രമായിരുന്നില്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? 2,
ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉപയോഗിച്ച് എത്ര BJP സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്? ശരി ചുരുക്കി വേഗം. ശരി. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2016 മെയ് മാസത്തിലാണ് താങ്കൾ പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ നിങ്ങളൊക്കെ ആരാധിക്കുന്ന ക്യാപ്റ്റൻ, ആ ആരാധിക്കുന്ന ക്യാപ്റ്റൻ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരുന്നത്. ആ 2016 തന്നെ നവംബർ മാസം 1-ാം തീയതി ഒരു വലിയ പ്രഖ്യാപനം ഇതുപോലെ കൊട്ടിഘോഷിച്ചുകൊണ്ട് കേരളത്തിലെ LDF സർക്കാർ നടത്തി. ആ LDF സർക്കാർ നടത്തിയത് ഞങ്ങൾ എല്ലാ വീടുകളിലും ശൗചാലയമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രഖ്യാപനം. എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിങ്ങളുടെ തന്നെ നേതാവ് ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിവരാവകാശ രേഖ പ്രകാരം ഈ പറയുന്ന 4/6/2025 എനിക്ക് തന്നിരിക്കുന്ന വിവരം പ്രകാരം നിങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഏതാണ്ട് 1000കണക്കിന് വീടുകൾക്ക് ശൗചാലയത്തിന് അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കണക്കാണ്. 2025-ലാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2017 മെയ് മാസം 29-ാം തീയതി കേരളത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്രഖ്യാപനം സഖാവ് പിണറായി വിജയൻ്റെതായി വരുന്നു. ആ പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിനകത്ത് ഇന്ന് വരെ വൈദ്യുതീകരിച്ച വീടുകളുടെ എണ്ണം എത്ര ലക്ഷമാണ് എന്ന് താങ്കൾക്കും എനിക്കുമൊക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാർക്കും ഒക്കെ കിട്ടും. ഇനി 2018 മെയ് മാസം 1-ാം തീയതി നോക്കുകൂലി നിരോധിച്ചുകൊണ്ടുള്ള നോക്കുകൂലി ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി എന്നൊരു വലിയ പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ മാസമടക്കം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ വീട്ടമ്മ സ്വന്തം വീട്ടിലേക്കുള്ള ടെയിൽ ഇറക്കാൻ പാടുപെടുന്ന വീഡിയോ നിങ്ങളടക്കമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു സഹോദര മാധ്യമ സ്ഥാപനങ്ങൾ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ കാണിച്ചു. നോക്കുകൂലിയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറി. ഇതിനെല്ലാം ശേഷവും നിങ്ങൾക്ക് നിർലജ്ജമായി ഇത്തരത്തിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു PR കമന്റ് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങൾ ഒരു ശൗചാലയം ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ലാത്ത വീടുകളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. കക്കൂസുകളില്ലാത്ത വീടുകൾ നിരവധി ഇപ്പോഴും ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന്. ഇതല്ലാതെ താങ്കൾ പറഞ്ഞതിൽ ഏതെങ്കിലും നോക്കുകൂലി വിടൂ, അതൊക്കെ താങ്കളുടെ കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായ ചിന്തകളാണ്. ഏറ്റവും നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം എന്ന കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഭരിക്കുന്ന നഗരസഭയിൽ ഉൾപ്പെടെ അത് വന്നിട്ടുണ്ട്. താങ്കൾ ചോദിച്ച എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് താങ്കൾ പറഞ്ഞത് നിങ്ങൾ 64,006 പേരെ ആണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയത്. കേരളത്തിലെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ കണക്കുകൾ താങ്കൾ ബോധപൂർവം മറന്നതാണെങ്കിൽ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം. UP-യിൽ അത് 5.93 കോടിയാണ് കഴിഞ്ഞ 10 വർഷത്തിൽ. അത് ബീഹാറിൽ 3.77 കോടിയാണ്. അത് മധ്യപ്രദേശിൽ 2.30 കോടിയാണ്. അത് രാജസ്ഥാനിൽ 1.87 കോടിയാണ്. അത് മഹാരാഷ്ട്രയിൽ 1.59 കോടിയാണ്. അതായത് കേരളത്തിൽ നിങ്ങൾ പറയുന്ന കണക്കുകളെക്കാൾ എത്രയോ ഇരട്ടി ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ടാണ് ജനങ്ങളെ നിങ്ങൾ PR സ്റ്റണ്ടിലൂടെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള PR തള്ളുന്നതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഒരു ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വിജയിച്ചു കയറാൻ എന്തിനാണ് നിങ്ങൾ ഒരു കാര്യം ചോദിക്കാം, ഒറ്റ കാര്യം ചോദിക്കാം. നീതി ആയോഗ് താങ്കൾക്ക് വിശ്വാസ്യമായ ഏജൻസിയാണല്ലോ. നീതി ആയോഗ് 2021 കേരളത്തിലെ ദരിദ്രരെ കുറിച്ച് പറഞ്ഞത് 0.71 ആണ്. 2023 അത് 0.55 ആണ്. ഇതുപോലെ ദരിദ്രരെ ഇത്ര കുറവിൽ കണ്ടെത്താൻ ആകുന്ന സംസ്ഥാനങ്ങൾ താങ്കളൊന്ന് പറയൂ. UP അടക്കമുള്ള നീതി ആയോഗിനെ ഉദ്ധരിച്ച് പറയും. ഞാൻ അതുകൊണ്ടാണ് താങ്കൾ തോന്നുന്നത്. താങ്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാമൂഹിക പശ്ചാത്തലവും നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലവും നമ്മുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗവുമായിട്ടുള്ള സംസ്ഥാനങ്ങളല്ല ഈ പറയുന്ന ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മറ്റു പല തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടാണ് അത് പല താങ്കൾക്ക് അവിടെ ബുദ്ധിപരമായ ടൂൾ ഉപയോഗിക്കാനാകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ആ യുക്തിയുടെ ടൂൾ ഉപയോഗിക്കാൻ പറഞ്ഞത്
ഞാൻ വളരെ പ്രിസൈസ്ഡ് ആയിട്ടാണ് പറഞ്ഞത്. താങ്കൾ പറയുന്ന മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് എനിക്കും താങ്കൾക്കും ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അറിയുന്ന അത്തരത്തിലുള്ള അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലങ്ങൾ ആ സംസ്ഥാനങ്ങളുടെ സാംസ്കാരികവുമായിട്ടുള്ള പശ്ചാത്തലങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ മാറ്റം വരുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചത് എന്റെ ആങ്കറെ താങ്കൾ എന്നോട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കാര്യം ഞാൻ തിരിച്ച് കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിൽ 10 വർഷം കൊണ്ട് ഇത്രയധികം കോടി, അതായത് കേരളത്തിന്റെ ജനസംഖ്യയെക്കാൾ ഇരട്ടി ഇത്തരം ആൾക്കാരെ ആ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബീഹാറിലെ പാർപ്പിട പ്രശ്നത്തെ സംബന്ധിച്ച് ഞാൻ കണ്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആങ്കർ എന്നോട് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 10-60 വർഷക്കാലമായി നിങ്ങൾ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിലും ദരിദ്രമായ പല സ്ഥലങ്ങളും കാട്ടിത്തരാം. നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ബീഹാറിലും യുപിയിലും അതുപോലെ കേരളത്തിലും ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെതായിട്ട് ലഭിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഉപയോഗിക്കപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അതിനെ എല്ലാം അങ്ങ് അന്ധമായി കണ്ണടച്ച് അതെല്ലാം ക്യാപ്റ്റന്റെ കഴിവാണെന്ന് താങ്കൾ പറയാൻ ശ്രമിച്ചാൽ അവിടെ ഞങ്ങൾക്ക് മറു ചോദ്യമുണ്ട്, മറു ഉത്തരങ്ങളുണ്ട്. അത് കേൾക്കാൻ താങ്കൾക്ക് ഇത്തരത്തിൽ അസഹിഷ്ണുത ഉണ്ടായിരുന്ന ഒരു കാര്യമില്ല. ഞാൻ കൃത്യമായി ചോദിച്ചല്ല, ഞാൻ ചോദിച്ച താങ്കളുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന താങ്കൾ പറഞ്ഞ ക്യാപ്റ്റൻ അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രമുഖമായിട്ടുള്ള 3 പ്രഖ്യാപനങ്ങളെ കുറിച്ച് ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള പ്രമുഖമായ 3 പ്രഖ്യാപനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിന്റെയൊക്കെ ഇന്നത്തെ കണ്ടീഷൻ എന്താ ഇന്നത്തെ അവസ്ഥ? നോക്കുകൂലി നോക്കുകൂലി നിരോധിക്കപ്പെട്ട അല്ല, ഞാൻ പറഞ്ഞേ നോക്കുകൂലിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ അതിദാരിദ്ര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ അതേ PR തള്ള് അന്ന് നോക്കുകൂലിയെ കുറിച്ചും ഉണ്ടായിരുന്നു. അന്ന് വെളിയുടെ വിസർജ്യ വിമുക്ത സംസ്ഥാനം എന്ന് പറഞ്ഞിടത്തും ഉണ്ടായിരുന്നു. അന്ന് ശൗചാലയ മുഴുവൻ വീടുകളിലും ശൗചാലയം എത്തിച്ചു കൊടുത്ത സർക്കാർ എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഇതേ PR വാചകങ്ങൾ ഉണ്ടായിരുന്നു, ഇതേ PR തള്ളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെ ഇന്ന് നിങ്ങൾ വിഴുങ്ങുമ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ്. ഞാനോതാ ചോദിക്കുന്നത് അരി എത്ര എന്ന ചോദ്യം ഞങ്ങൾക്കുണ്ട്. പയർ അഞ്ഞാഴി എന്നുള്ള മറുപടി അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരമാണ് വേണ്ടത്. നിങ്ങളുടെ ചില ഗിമിക്ക് കണക്കുകൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ തിരിച്ചെത്താം. ശ്രീ M ജയചന്ദ്രൻ, നമുക്കറിയാം ഈ പെൻഷനുകളുടെ കാര്യത്തിൽ പോലും കേന്ദ്രാവിഷ്കൃതമായ സഹകരണമുള്ള എത്ര പദ്ധതികളാണുള്ളത്, അതിൽ എത്ര എണ്ണമാണ് കേരളത്തിൻ്റെത് മാത്രമായുള്ളത്, അതിൻ്റെ ഒക്കെ കണക്കുകൾ നമ്മളുടെ പക്കലുണ്ട്. യഥാർത്ഥത്തിൽ ഈ 56 ഇഞ്ച് തള്ളിൽ മറ്റ് തള്ളുകളൊന്നും വരരുത് എന്നൊക്കെയുള്ള ഇവരുടെ പിടിവാശിയാണ്. പക്ഷേ ഇതിവിടെ തള്ളാണോ? ഇത് അതിദാരിദ്ര്യമുക്തമായ ഒരു ശ്രമത്തിൻ്റെ കണക്കുകളും ശ്രമങ്ങളും എത്ര ഗംഭീരവും എത്ര അച്ചടക്കത്തോടും കൃത്യതയോടും കൂടിയാണ് നമുക്ക് കേരളത്തിന് എടുത്തു കാട്ടാനാകുന്നത്. എന്തുകൊണ്ടാണ് രാജ്യത്തെ ഒരിടം ആ അർത്ഥത്തിൽ വികസിക്കുന്നതിനെ ഇവർക്ക് രാജ്യസ്നേഹികൾക്ക് കാണാനാകാത്തത്? ശ്രീ M ജയചന്ദ്രൻ. നിമിഷാദെ, ഒരു വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം തുടക്കത്തിൽ തന്നെ എനിക്ക് ഉന്നയിക്കാനുള്ളത്, നമ്മൾ ഇത്രയും വലിയ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ PR തള്ളാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് ചർച്ച ചെയ്യാനേ കഴിയില്ല, വർത്തമാനം പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പറയേണ്ടത് ആരാണ്? ഇന്ന് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ വാചകം അദ്ദേഹം ഉപയോഗിക്കാതിരുന്നത്? എന്നിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾ പറയാണ് PR തള്ളാണത്രേ, PR തള്ളു. ഈ നീതി ആയോഗ് എന്ന സാധനം ഉണ്ടല്ലോ, പഴയ പ്ലാനിംഗ് കമ്മീഷനെ പൊളിച്ചെടുക്കുകയാണല്ലോ ഉണ്ടാക്കിയത് നീതി ആയോഗ്. കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഡോക്ടർ രാംകുമാർ വിധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ, കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടാണല്ലോ. എവിടെ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ എവിടെ? എന്താ സംഭവിച്ചത് അതിന്? എന്നിട്ട് പകരം നീതി ആയോഗാണല്ലോ ഉണ്ടാക്കിയത്. ഇനി ആ നീതി ആയോഗിന്റെ തന്നെ ഈ പോവർട്ടി ഇൻഡെക്സിന്റെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉള്ളത്, കയ്യിലുള്ളത്? ഈ UPയുടെ കാര്യം പറഞ്ഞു, ബീഹാറിന്റെ കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം എനിക്ക് മറുപടി ആയിട്ട് പറയാനുള്ളൂ. ഒരു കാര്യം പറഞ്ഞ് നിർത്തിയേക്ക്, ആ ഒറ്റ കാര്യം തന്നെ. എന്താണെന്നറിയാമോ? ഈ പോവർട്ടി മിറ്റിഗേഷൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്ട്, അതാണ് EPEP എന്നാണ് ഈ പ്രോജക്റ്റിന്റെ പേര് തന്നെ.
എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റ്. മറ്റേത് പോവർട്ടി മിറ്റിഗേഷൻ പ്രോജക്റ്റ് ആണ് BJP കോൺഗ്രസ് സംസ്ഥാനങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുള്ളത്. ആദ്യം അതുവഴി പഠിക്കണം, എന്നിട്ട് വേണം PR എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഗോഗോ വിളിക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഈ തിരസ്കരിക്കപ്പെട്ടവന്റെ ബഹിഷ്കൃതരായവരുടെ ഏറ്റവും അത്യുജ്വലമായ തിരിച്ചുവരവിന്റെ അങ്ങേയറ്റത്തെ അഭിമാന ബോധത്തിന്റെ ഉത്സവ കൊടിയേറ്റമാണ് നാളെ നടക്കാൻ പോകുന്നത്. അത് ഈ കേരളത്തിൽ മാത്രമല്ലെന്ന്, ഇന്ത്യയിൽ മാത്രമല്ലെന്ന് ഡോക്ടർ രാംകുമാർ പറഞ്ഞല്ലോ. കാണാൻ കഴിയുന്നത് എവിടെയാണ്? ചൈനയിൽ മാത്രമാണ് 3 വർഷം മുമ്പ് കണ്ടത്. ഇനി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി സംശയം പ്രകടിപ്പിച്ചല്ലോ. ഉണ്ടെങ്കിൽ പറയട്ടെ, ഞങ്ങളുടെ മധ്യപ്രദേശിൽ ഇതാ ഉണ്ട്, ഞങ്ങളുടെ UP-യിൽ ഇതാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കണക്കും കൊണ്ട് വരട്ടെ, അപ്പൊ ഞാൻ മറുപടി പറയാം. അല്ലാതെ PR തുറന്നൊക്കെ പറയുന്നത് അത് ഒരു അയോഗ്യത. അത്തരം വർത്തമാനങ്ങൾക്ക് മറുപടി പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കുള്ള അയോഗ്യതയായിട്ട് ഞാൻ സ്വയം വിലയിരുത്തും. അതുകൊണ്ട് അതിനത്രേ ഉള്ളൂ മറുപടി. പിന്നെ പ്രിയപ്പെട്ട റോണി കെ ബേബിയോട് ഒരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ട ശ്രീ റോണി കെ ബേബി, താങ്കളുടെ പാർട്ടിയുടെ പിന്നെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടല്ലോ, വിഷ്ണു, PC വിഷ്ണുനാഥ്. വിഷ്ണുവിന്റെ മണ്ഡലം കുണ്ടറയാണല്ലോ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിന്റെ പേര് വളരെ ബോധപൂർവം ഞാൻ പറയുന്നില്ല കേട്ടോ, അവിടെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അസസ്മെന്റ് നടന്നു. അപ്പോ പിന്നെ മാക്രോ ലെവലിൽ ആദ്യം എടുത്തു, മൈക്രോ ലെവലിൽ എടുത്തു, ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. ആ ഡീറ്റെയിൽസിന്റെ മുഴുവൻ എല്ലാ സ്ഥലത്തെയും എന്തെങ്കിലുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒറ്റ ഉദാഹരണത്തെ ചുരുക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്ക് അവിടെ അയാള് ഒരു ഗൾഫിസ്ഥാനിയാണ്, കടുത്ത ഡയബറ്റിക് പേഷ്യന്റ് ആയതിനെ തുടർന്ന് ഇരു പാദങ്ങളും മുറിച്ചു മാറ്റപ്പെട്ട ഒരു മനുഷ്യനാണ്. ഭാര്യ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തൃശ്ശൂരേക്ക് മടങ്ങിപ്പോയി. ഒരൊറ്റ മകൻ, 9ാം ക്ലാസ് പഠിക്കുന്നവൻ. അവൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഒരു പൂക്കടയിൽ പോയി മാല കെട്ടി കൊടുക്കാൻ പോകുന്ന പണം കൊണ്ടാണ് അച്ഛനും മകനും ജീവിക്കുന്നത്. ഒരു പിന്നെ തകര ഷെഡിൽ ജീവിതമാണ്, അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോ ഈ അസസ്മെന്റ് വന്നു. അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നെ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും അസസ്മെന്റ് വന്നു. അതിന്റെ ഭാഗമായിട്ട് സർക്കാരിലേക്ക്, ഗവൺമെന്റിലേക്ക് ഈ കുടുംബത്തിനെ ഏറ്റെടുക്കണം, ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭാര്യയെ മടക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചു. കൊണ്ടുവന്ന് അവർക്ക് തയ്യൽ ഒരു തയ്യൽ മെഷീൻ കൊടുക്കണം. അത് സർക്കാരിന് എഴുതി ഉറപ്പായിട്ടും കൊടുക്കുകയും ചെയ്യും. പ്ലാനിംഗ് ബോർഡ് അതൊക്കെ ഫണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അപ്പോഴാണ് ആ പഞ്ചായത്തിലെ ഒരു വളരെ പിന്നെ നല്ലവനായ, ഉത്തമനായ, ഒരു മാതൃക എന്നൊന്നും അങ്ങനെ നമ്മൾ പരത്തി പറയുകയൊന്നും വേണ്ടെങ്കിലും ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കോൺഗ്രസ്സുകാരനാണ്. അവിടുത്തെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനും ആ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുമാണ്. അദ്ദേഹം സർക്കാരിന്റെ പണം വരാൻ നോക്കിയിരുന്നില്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഈ വീട്ടമ്മയ്ക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു നൽകി ശ്രീ റോണി കെ ബേബി. ഇന്ന് ആ കുടുംബം എത്രത്തോളം പിന്നെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഇത് എനിക്കും അറിയാവുന്ന വിഷയമാണ്. പറയൂ. അല്ല, താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ തരാം, അതൊന്ന് അന്വേഷിച്ചു നോക്കണം. പിന്നെ അജിം സാറിന് അറിയാൻ പറ്റും, താങ്കൾ കൊല്ലം സ്വദേശിയും കൂടെ ആണല്ലോ. അതങ്ങനെ അത് പിന്നെ MLA കോൺഗ്രസ്, വർക്കിംഗ് പ്രസിഡന്റ്, സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് KPCCയുടെ ഈ പഞ്ചായത്ത്, ഞാൻ ഈ പറയുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്. ഈ ഉദ്യോഗസ്ഥൻ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരനായ ഉദ്യോഗസ്ഥൻ കോൺഗ്രസ്സുകാരൻ, അയാൾ കയ്യിൽ നിന്ന് പണം മുടക്കി തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് അവരെ ലിഫ്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അവരിപ്പോ വീടും കിട്ടി കേട്ടോ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് വീടുകൾ കൊടുത്തൊരു പദ്ധതിയാണ് ഈ പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറയുന്നത്. അത് പ്രോജക്റ്റാണ്, മറ്റേ മിറ്റിഗേഷൻ അല്ല, ഇത് ഇറാഡിക്കേഷൻ ആണ്. ഇറാഡിക്കേഷനും മിറ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസം അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയൂ എന്നുള്ളത് മറ്റൊരു കാര്യം. നിർമ്മാർജ്ജനവുമാണ്. അതെ, ഉറപ്പായിട്ടും ശ്രീ റോണി കെ ബേബി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഇറാഡിക്കേഷനിൽ അത് നടക്കുമ്പോ, കേരളത്തിൽ അത് നടക്കുമ്പോ, ഇത് ഇപ്പൊ ചില നന്മമരങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടല്ലോ പത്രത്തിൽ കൂടെ, പ്രത്യേകിച്ച് മനോരമയിലൊക്കെ കൂടെ. എന്താണ്
പിന്നെ പ്ലാനിംഗ് ബോർഡ് എന്ത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇവര് ഈ എക്കണോമിക് റിവ്യൂ എന്ന സാധനം ഒന്നും കാണാറില്ലേ? ഒന്നുമില്ലെങ്കിലും താങ്കൾ കാണുമല്ലോ, താങ്കളുടെ കുറെ അധ്യാപകനാണല്ലോ, താങ്കളെങ്കിലും എക്കണോമിക് റിവ്യൂവില് ഈ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലം മുതലുള്ള ആ എക്കണോമിക് റിവ്യൂവിനെ എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. ഇവര് എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള പദ്ധതികൾ എന്നുള്ളത് സുവ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ടാണ് ഈ നന്മമരങ്ങൾ വിദഗ്ധന്മാർ എന്നറിയപ്പെടുന്നവർ 10 പൈസയ്ക്ക് ബോധമില്ലെന്ന് നമുക്ക് തോന്നുന്നു ഇവർ പറയുന്നത് വായിച്ചാൽ. വലിയ ഈ പിന്നെ VS-ന്റെ ഭാഷ പറഞ്ഞാൽ കുറെ ഒപ്പിയാന്മാർ അതായത് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം, സമയം പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഈ കേരളത്തിൽ 5 വിഭാഗങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. അതിൽ കർഷക തൊഴിലാളി പെൻഷൻ മുഴുവൻ തുകയും കേരളമാണ് നൽകുന്നത്. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ മുഴുവൻ തുകയും കേരളമാണ് നൽകുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, മാനസിക ശാരീരിക വെല്ലുവിളി നേടുന്ന പെൻഷൻ, ഒപ്പം വിധവകൾക്കുള്ള പെൻഷൻ, ഇതിൽ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ തുലോം സഹായം ലഭിക്കുന്നത്. ഇതിനു പുറമെ വിരമിച്ച 16 വിഭാഗം തൊഴിലാളികൾക്കുള്ള ക്ഷേമ പെൻഷനുകളാണ് കേരളം നേരിട്ട് നൽകുന്നത്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ അവകാശവാദമൊക്കെ പറയുമ്പോൾ ഞാനൊരു ചെറിയ ഐസ്ബർഗ് ചൂണ്ടിക്കാണിച്ചു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. കാര്യം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഒരു അർത്ഥമില്ലാത്തതുകൊണ്ടാണ്. ഈ ആരാണിവർ? ഈ പറയുന്ന പിന്നെ 60,000 താഴെയുള്ള അവസാനത്തെ ലിസ്റ്റിൽ പ്രകാരം അവരാരാണ്? അവർക്ക് വോട്ടില്ലെന്നേ, അവർ വോട്ടർമാരില്ല, അവർക്ക് ID കാർഡ് ഇല്ലെന്നേ, വോട്ടർ പട്ടിക പേരില്ലാന്നേ, അവർക്കൊന്നുമില്ലെന്ന്. അതുകൊണ്ടാണ് തിരസ്കൃതരാണ് അവർ, മുഖ്യധാരയിലോ ഇല്ല. ഡോക്ടർ രാംകുമാർ, കൈപിടിച്ച് ഉയർത്തുന്നത്. വീണ്ടും ഞാൻ ഇതിലെ കക്ഷി രാഷ്ട്രീയം ഒന്നും താങ്കളോട് ചോദിക്കുന്നില്ല, ഇതിലെ സാങ്കേതിക അർത്ഥമാണ്. അതായത് ഇപ്പോഴും പലർക്കും അറിഞ്ഞിട്ടോ അറിയാത്തതാണോ ഉറക്കം നടിക്കുന്നതാണോ എനിക്കറിയില്ല, ഈ അതിദാരിദ്ര്യരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിലാണ് തൂങ്ങിപ്പിടിക്കുന്നത്. ഇത്രയും വലിയൊരു ശ്രമം ഈ ലഘൂകരണ പ്രക്രിയയിൽ ദാരിദ്ര്യ ലഘൂകരണ പ്രക്രിയയിൽ നടക്കുന്നു എന്നുള്ളതല്ല. അതിദാരിദ്ര്യരാര്, അവർ ഇത്രയും ഉണ്ടോ, ഇനിയുമില്ലേ, എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ അപ്രസക്തം. അപ്പോൾ ഈ എല്ലാ ദരിദ്രരും അതിദാരിദ്ര്യരാണോ? എല്ലാ ദരിദ്രരും അതിദരിദ്രരല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചു. സാധാരണ നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു നിർവചനത്തിന്റെ അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ അതിതീവ്ര രൂപമാണ് അതിദാരിദ്ര്യം എന്ന് നമ്മൾ പറയുന്നത്. സ്ഥലവും വീടും ഇല്ലാതെ തെരുവിൽ അലയുന്ന ഒരു കുടുംബം, റേഷൻ കാർഡ് ഇല്ലാതെ അതുകൊണ്ട് ഭക്ഷ്യധാന്യം ലഭ്യമാകാതെ തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത ഒരു കുടുംബം, കുടുംബത്തിലെ കിടപ്പ് രോഗിയെ നമ്മൾ പരിപാലിക്കുന്നത് മൂലം തൊഴിൽ ശേഷിയുള്ള അവശേഷിക്കുന്ന ഒരാൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു ദരിദ്ര കുടുംബം, വയോജനങ്ങൾ മാത്രമുള്ള ആർക്കും തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു ദരിദ്ര കുടുംബം, റേഷൻ കാർഡ് ഇല്ലാത്ത, അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ മാത്രമുള്ള, വയോജനങ്ങൾ മാത്രമുള്ള, ആർക്കും തൊഴിലെടുക്കാൻ പറ്റാത്ത, സ്ഥലവും വീടും ഇല്ലാത്ത, പലപ്പോഴും തെരുവിൽ അലയുന്ന ഒരു കുടുംബം. ഇതിനെയാണ് നമ്മൾ അതിദരിദ്രർ എന്ന് ഈ പ്രോജക്റ്റ് വഴി നിർവചിച്ചിട്ടുള്ളത്. ഇനി ഇതല്ല അതിദരിദ്രരുടെ നിർവചനം എന്ന് മറ്റൊരു വാദം ഉണ്ടായേക്കാം, സ്വാഗതാർഹമാണ്. അങ്ങനെ ഒരു പുതിയ നിർവചനം ഉണ്ടാവുകയും അതുവഴി പുതിയ ഒരു കൂട്ടം ദരിദ്രരെ നമുക്ക് കണ്ടെത്താൻ, അതിദരിദ്രരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെയും ഇതിന്റെ ഈ പ്രോജക്റ്റിന്റെ അടുത്ത ഫേസിലേക്ക് ഉൾച്ചേർക്കുന്നതിന് ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട്? സർക്കാർ നാളെ പ്രഖ്യാപിക്കാൻ പോകുകയാണ് ഇതിന്റെ തുടർ പ്രക്രിയ എന്നുള്ളത് ഇന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു ചർച്ച അടിസ്ഥാനരഹിതമാണ്. അതിദരിദ്രരെ കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യുക, അതിൽ കുറച്ചുപേരെ കണ്ടെത്തി, 64,000 കുടുംബങ്ങളെ കണ്ടെത്തി, അവരെ അതിൽ നിന്ന് പുറത്തെത്തിച്ചു. ഇനി മറ്റൊരു നിർവചനം ഉപയോഗിച്ചുകൊണ്ട്, കുറച്ചുകൂടി വിപുലമായ നിർവചനം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാരെ നമ്മൾ ഇനിയും കണ്ടെത്തും. അവരെയും അതായത് ഈ പ്രക്രിയ ഇവിടെ അവസാനിക്കുന്നതല്ല, ഇത് തുടരുന്നതിന്റെ ഒരു ഘട്ടം മാത്രമാണ് അല്ലേ? 1.0 മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത്. 2.0 ഉണ്ടാവും, 3.0 ഉണ്ടാവും, 4.0 ഉണ്ടാവും. ഇത് ഒരു തുടർ പ്രക്രിയയായി സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ട് തുടരാൻ പോവുകയാണ്. താങ്കൾ ഇപ്പോൾ മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ പോലും ഈ 3.0 എന്ന് പറഞ്ഞതാണ് ഇവിടെ വലിയ വിഷയമായി ഇരിക്കുന്നത്. അതാണ് ഇവരെ ഒക്കെ അലോസരപ്പെടുത്തുന്നത്. അജിംഷാ, ഒരു വിഷയം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ താങ്കൾ മറ്റൊരു പ്രതിനിധിയുമായിട്ട് നടന്ന ചർച്ചയിൽ വന്ന ഒരു വിഷയം, ടോയ്ലറ്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും. ഞാൻ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ അതിരൂക്ഷമായ സ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, അത് കേരളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം, അത് നമ്മൾ ഒരു തവണയെങ്കിലും ആ പ്രദേശങ്ങളിൽ ഒന്ന് യാത്ര ചെയ്ത് 2 ദിവസം അവിടെ താമസിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാതെ
വളരെ അശ്രദ്ധയോടുകൂടി അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ വളരെ മോശമാണ് എന്നാണ്. അതാണ് അതിനുള്ള മറുപടിയും. കണക്ക് മാത്രം പറയാം, ഞാൻ കണക്ക് മാത്രം പറയും. ഇന്ത്യയിൽ 16 കോടി കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്നാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. കേരളത്തിൽ ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളുടെ ഷെയർ എന്ന് പറയുന്നത് 0.02% മാത്രമാണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതില് ഇതേ കണക്ക് ആന്ധ്രാപ്രദേശിൽ നോക്കുമ്പോൾ 9% ടോയ്ലറ്റ് ഇല്ല, കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല. ബീഹാറിൽ 30% കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല. ജാർഖണ്ഡിൽ 33% കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല. ഒറീസയിൽ 37% കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ 16% കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല. കേരളത്തിൽ ഇല്ലാതെ എത്രയാണ്? ഞാൻ ഒന്നുകൂടി പറയാം, 0.02% മാത്രമാണ് കേരളത്തിൽ ടോയ്ലറ്റ് ഇല്ലാത്ത കുടുംബങ്ങൾ. അവരെയും നമ്മൾ കണ്ടെത്തും, അവർക്കും ടോയ്ലറ്റ് കൊടുക്കും. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പറഞ്ഞത് എന്താ? ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ള വീടുകൾ. ഇന്ത്യയിൽ എല്ലാ വീടുകളിലേക്കും ഇലക്ട്രിസിറ്റി എത്തിച്ചു എന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പ്രഖ്യാപനം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം 2017 കേരളമായിരുന്നു. 100% കുടുംബങ്ങൾക്കും കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. അതിൽ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കണക്കുകൾ എങ്ങനെയാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ കണക്കുകളുടെ ശ്രീ രാംകുമാർ സാറ് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യത്തിന് കൂടി എനിക്കൊരു ക്ലാരിറ്റി, എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഒരു ഒറ്റ കാര്യം കൂടി എനിക്കൊരു ഇടപെടാനൊരു സമയം, ഒരു ചെറിയ സെക്കൻഡ്. അതായത് 30/9/2025 നിയമസഭാ രേഖ പ്രകാരം താങ്കൾ പറഞ്ഞ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ഈ അതിദരിദ്രരെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ ഇരുന്ന മന്ത്രിസഭയിലെ ഉൾപ്പെടെയുള്ള ഒരാളാണ് ശ്രീ GR അനിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ GR അനിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് 5,91,194 അതിദരിദ്രർ, ആ വാക്ക് താങ്കൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദരിദ്രരല്ല അതിദരിദ്രർ ഉണ്ട് എന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരു മിനിറ്റ് താങ്കൾ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ ശ്രീ രാംകുമാർ സാർ അതും കൂടി ചേർത്ത അതിദരിദ്രർ, ഞാൻ വീണ്ടും പറയുന്നു അതിദരിദ്രർ എന്ന വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിദരിദ്രരിൽ വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ പുതുതായിട്ട് ഈ അതിദരിദ്രത്തിൽ വേറെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ. ഇനി ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയാണ് 2.0 ഉണ്ടാവും, 3.0 ഉണ്ടാവും, ഇനി അതിനപ്പുറം ഓകൾ ഉണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നാളെ നടത്താൻ സാധിക്കുക? വളരെ നല്ല 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. ഒന്ന്, ഈ ശ്രീ മന്ത്രി GR അനിൽ മറുപടിയിൽ പറഞ്ഞ ആ കുടുംബങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ ആ മറുപടി കണ്ടിട്ടില്ല. എങ്കിലും അദ്ദേഹം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ആയതുകൊണ്ട് ഞാൻ അനുമാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക അന്ത്യോദയ അന്ന യോജന വഴി മഞ്ഞ കാർഡുള്ള കുടുംബങ്ങളുടെ എണ്ണമായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത. അത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു നിർവചനമാണ്. അത് ആ ഒരു സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ അതിദരിദ്രർ എന്ന് പറയുന്ന ആ അതിദരിദ്രരല്ല അവിടത്തെ അതിദരിദ്രർ. അത് മറ്റൊരു മെത്തഡോളജി വഴി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ അത്രമാത്രം അതിദരിദ്രരുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോ ആ നിർവചനമല്ല നമ്മൾ കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിർവചനം ഞാൻ പറഞ്ഞു, ദാരിദ്ര്യത്തിന്റെ അതിതീവ്ര സ്വഭാവം എന്നുള്ള കൃത്യമായിട്ടുള്ള സംഗതി ഞാൻ പറഞ്ഞു. അതിനെ മറ്റേതുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്. അതായത് ഈ മദർ തെരേസ ആദ്യഘട്ടങ്ങളിൽ കൽക്കട്ടയുടെ തെരുവീതികളിൽ കുഷ്ഠരോഗികളെ മോചിപ്പിക്കാനായി ഇറങ്ങുന്ന ഘട്ടത്തിൽ അവരും നേരിട്ട ഒരു വിമർശനമാണ്, ഈ കൽക്കട്ടയിലെ മുഴുവൻ കുഷ്ഠരോഗികളെയും തീർക്കാനാകുമോ? അവരുടെ സ്വന്തം നാട്ടിലെ കുഷ്ഠരോഗികളെ തീർത്തിട്ടാണോ ഇങ്ങോട്ടേക്ക് എത്തുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എത്ര അപ്രസക്തമാണെന്ന് ആധുനിക കാലത്തിരുന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും. രണ്ടാമത്തെ ചോദ്യം, ഈ 2.0 3.0 ഉണ്ടാവും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഒരു വാദമല്ലേ എല്ലാ അതിദരിദ്രയും നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്? അല്ല. 2.0 പോകുമ്പോൾ നമ്മൾ അതിദരിദ്രർ എന്ന പദത്തിന്റെ നിർവചനത്തെ വിപുലപ്പെടുത്തും, കുറച്ചുകൂടി വലുതാക്കും. അതായത് കുറച്ചുകൂടി പേരെ, കുറച്ചുകൂടി വിപുലമായ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെയും അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അത് കഴിഞ്ഞ് 3.0 പോകുന്ന ഘട്ടം വരുമ്പോൾ പിന്നീട് മൂന്നാമതൊരു തവണ കൂടി നമ്മൾ അതിനെ വിപുലീകരിക്കും, കുറച്ചുകൂടി ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ തുടർ പ്രക്രിയയായി സമൂഹത്തിൽ ദാരിദ്ര്യത്തെ കേവലമായി മാത്രമല്ല നിർവചിക്കാൻ കഴിയേണ്ടത്, ആപേക്ഷികമായി കൂടി നിർവചിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ സമൂഹത്തിൽ അസമത്വം, മുതലാളിത്ത സമൂഹത്തിൽ
വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഈ അതിദരിദ്രരെ കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു തുടർ പ്രക്രിയയായി തുടരും. അത് കേരളത്തിൽ തുടരും എന്നത് മാത്രമാണ് ഈ 2.0 3.0 കൊണ്ട് അർത്ഥമാക്കുന്നത്. 1.0 ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, ഒരു നിർവചനം ഉണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാവരെയും ആ അവസ്ഥയിൽ നിന്ന് അതിദാരിദ്ര്യം എന്ന് നമ്മൾ നിർവചിച്ച ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു നിർവചനം വരും, അതിൽ പുതിയ ആൾക്കാർ വരും. എന്താ പ്രശ്നം? അതെ, ഇത് ഈ ഒരു പ്രക്രിയ അവസാനിക്കുന്നതല്ല. നമ്മുടെ ചാലകശക്തമായ ഒരു മുന്നോട്ടുള്ള പോക്ക് പോകുന്നതനുസരിച്ച് വരുന്ന എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും വിമലീകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു പടവ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് അവരും പറയുന്നത്, സർക്കാരും പറയുന്നത്. അതാണ് ശാസ്ത്രീയമായി ഡോക്ടർ രാംകുമാർ വിശദീകരിച്ചത്. ഇതൊക്കെ കാണാൻ BJP കോൺഗ്രസ് കണ്ണു തുറക്കണം, മാത്രമല്ല ഹൃദയം തുറക്കണം. റോണി കെ ബേബി, നമ്മൾ ചർച്ച തുടരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിശയിൽ കേരളം നീങ്ങുമ്പോൾ സ്വാഭാവികമാണ് BJP അതിനെ ഇടങ്കോലിടുക, അലോസരപ്പെടുത്തുക എന്നത്. നോക്കൂ, ഇവിടെ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അന്ന് AKG ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ആ പ്രവൃത്തിയെ ശ്ലാഘിച്ചു, അഭിനന്ദിച്ചു. അപ്പോൾ അതോടൊപ്പം നിന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷം എന്നത് നിരന്തരം കണ്ണുമടച്ച് എതിർക്കുന്നതിലോ ഇടങ്കോലിടുന്നതിലേക്കോ അല്ല പോകേണ്ടത്. ക്രിയാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ മുൻകാല ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇനി പറയൂ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ BJPക്ക് അത് പറയാം, പക്ഷേ കോൺഗ്രസ് എന്താണ് കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ കാണാത്തത്? കർണാടക അടക്കം ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ചൂണ്ടിക്കാണിക്കാനാകാത്തൊരു വലിയ നേട്ടമുണ്ടാകുമ്പോൾ എന്തിനാണ് അതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞക്കണ്ണടയിലൂടെ നോക്കുന്നത്? ജിൻഷാദ് ഇതിനു മുൻപ് പറഞ്ഞു നിർത്തിയത് നമ്മളെല്ലാം ഹൃദയം തുറക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഹൃദയം തുറന്നുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലെ ഏറ്റവും അവസാനം സെൻസസ് നടന്നത് 2011. അന്ന് കേരളത്തിലെ പട്ടികവർഗക്കാര്, നമ്മൾ ആദിവാസികൾ എന്ന് വിളിക്കുന്ന ഷെഡ്യൂൾ ട്രൈബ്സ്, അവരുടെ പോപ്പുലേഷൻ 4,84,839. അതില് ഇപ്പോൾ നിങ്ങൾ പറയുന്ന അതിദരിദ്രരുടെ എണ്ണം 64,006 ഉണ്ടാക്കിയ ലിസ്റ്റിൽ ഈ പട്ടിക വർഗക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 6,000 മാത്രം. അപ്പം അതിന്റെ അർത്ഥം എന്താ? ബാക്കി വരുന്ന 4,20,000 ആളുകളും കുടുംബങ്ങളും അവരെല്ലാം ഈ പട്ടിണിയിൽ നിന്നും മോചിതരായോ? അവർക്കെല്ലാം വീട് കിട്ടിയോ? അവർക്കെല്ലാം ഭൂമി കിട്ടിയോ? അവർക്കെല്ലാം ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്ഷീണം ഉള്ള അവസ്ഥകളിൽ നിന്ന് അവരെല്ലാം വിമുക്തരായോ? അപ്പോൾ അവരുടെ കണക്കുകൾ എവിടെ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അവരാരും ഈ കേരളത്തിലെ ജനങ്ങളല്ല, കേരളത്തിന്റെ ഭാഗമല്ല. നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പറ, ഹൃദയം തൊട്ട് പറ. ഈ പറയുന്ന 4,84,839 അവരെല്ലാം AC മുറികളിലാണ് താമസിക്കുന്നത്. അവരെല്ലാം 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. മധുവിനെ മറക്കരുത്, അട്ടപ്പാടിയിലെ മധുവിനെ. അതാണ് ഇന്ന് അതിദരിദ്രരുടെ ട്രെയിൻ കിട്ടാതെ പുറത്ത് കഴിയുന്നവൻ പ്ലാറ്റ്ഫോമിൽ കഴിയുന്നവൻ, ട്രെയിൻ കിട്ടിപ്പോകുന്നവൻ, ഇവനും ട്രെയിൻ കിട്ടാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ തന്നെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവൻ, അതിൽ തന്നെ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നവൻ, അതിൽ തന്നെ AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവൻ, ഇതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ACയിൽ യാത്ര ചെയ്യുന്നവൻ, അവൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രെയിൻ കിട്ടിയവനും കിട്ടാത്തവനും, ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവനും മറ്റുള്ളവരും, ഇതൊക്കെ തമ്മിൽ വളരെ റിലേറ്റീവായി വേണം, ആപേക്ഷികമായി വേണം ഇതിനെയൊക്കെ കാണാനും സംസാരിക്കാനും സംവദിക്കാനും. ഇങ്ങനെ വിധ്വംസാത്മക അടിത്തറയിൽ നിന്ന് നിങ്ങളുടെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോ, നിങ്ങളുടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലാണ് ഞാൻ പറഞ്ഞത്. അതായത് റോണി കെ ബേബി പറയുന്നത് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത്, താങ്കൾ പറഞ്ഞ ആദ്യത്തെ പട്ടികവർഗ കണക്കും പിന്നീടുള്ള പട്ടികവർഗ കണക്കിലും അത്രയും പേർ ദാരിദ്ര്യമുക്തരായതിൽ താങ്കൾ അസ്വസ്ഥപ്പെടുന്നു. ഇതിന്റെ നേട്ടം പിണറായി വിജയനോ LDFനോ കിട്ടുന്നതിൽ താങ്കൾ അസ്വസ്ഥപ്പെടുന്നു എന്നുള്ളതാണ്. ശരി, ഞാൻ അതാണ് ഹൃദയം തുറന്ന് പറഞ്ഞതാണ്. ഇത്രയും നേരം അതായത് രാമായണം മുഴുവൻ വായിച്ചിട്ട് അവസാനം രാമന്റെ ആരാണ് സീത എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇവിടെ രാംകുമാർ ഇതേ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്, ഇതിനെ ഏത് മെത്തഡോളജിയും ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ഇതിനെ കാണേണ്ടതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും താങ്കൾ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുകയാണ്. ഞാൻ അതാണ് ട്രെയിനിന്റെ ഉദാഹരണം പറഞ്ഞത്. ട്രെയിൻ കിട്ടിയവനും കിട്ടാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രെയിൻ കിട്ടിയവനിൽ തന്നെ ലോക്കൽ കമ്പാർട്ട്മെന്റിലുള്ളവനും AC കമ്പാർട്ട്മെന്റിലുള്ളവരും ഫസ്റ്റ് ക്ലാസ് AC കമ്പാർട്ട്മെന്റിലുള്ളവരും സ്ലീപ്പർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹിക പോക്കിനെ വളരെ 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 ശാസ്ത്രീയമായാണ് നിരീക്ഷിക്കുന്നത്. ഞാനൊരൊറ്റ കാര്യം റോണി കെ ബേബിയോട് ഹൃദയം തുറന്ന് ചോദിക്കുന്നു. അല്ല,
ഇത് താങ്കൾ പറഞ്ഞതുപോലെ അപ്രാപ്യമായ അല്ലെങ്കിൽ പ്രാപ്തമല്ലാത്ത അല്ലെങ്കിൽ പര്യാപ്തമല്ലാത്ത നിരവധി വശങ്ങളുണ്ട് എന്ന് തന്നെ കാണുക. അതിൽ ഒരു പിടി ആൾക്കാരെയെങ്കിലും രക്ഷിക്കുന്നു എന്ന് കാണാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത്? അംഗീകരിക്കുന്നു. ബാക്കിയുള്ളവരെവിടെ? അതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ അർത്ഥം പ്രേക്ഷകരും ജനങ്ങളും മനസ്സിലാക്കിക്കൊണ്ടേ പറഞ്ഞോട്ടെ. എനിക്കതിനകത്ത് വിശദീകരിക്കാറില്ല. കാരണം പാരലൽ ലൈൻസ് നെവർ കൊളൈഡ്, അത് കൂട്ടിമുട്ടില്ല, കൂട്ടിമുട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഞാൻ വി കെ സനോജ് ഇതിനൊരു രാഷ്ട്രീയമായ ഉത്തരവുണ്ടെങ്കിൽ മറുപടി നമുക്ക് ചർച്ച ചെയ്തു. അജിംസേ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ കോൺഗ്രസ്സുകാർ വല്ലാത്ത അസ്വസ്ഥരാണ്. ഇപ്പം ഇന്നലെ ഇവരുടെ വി ഡി സതീശൻ്റെ പ്രസ്താവന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെന്നിത്തലയുടെ പ്രസ്താവന. ഇപ്പോൾ ചെന്നിത്തല നേരത്തെ 2021 നടത്തിയൊരു പ്രസ്താവനയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിൽ 2021 ഇടതുപക്ഷം ചില ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ചെന്നിത്തല ആശങ്കപ്പെട്ടെന്താണെന്നറിയോ? ഇപ്പോൾ അടുത്ത നമ്മളാണല്ലോ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ എന്നാണ് 2021 ചെന്നിത്തല പറഞ്ഞത്. ഇപ്പോൾ 2025 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അപ്പോഴും ചെന്നിത്തല പറയുന്നത് അടുത്ത വരുന്ന ഗവൺമെൻറ്റിന് ഇത് വലിയ ബാധ്യതയാവും എന്നാണ്. ജനങ്ങൾക്ക് എന്ത് കിട്ടിയെന്നല്ല, ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നല്ല, ഇതെങ്ങനെ ആശ്വാസം പകരുന്നു എന്നല്ല ഇവർ ആലോചിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ജനങ്ങളുടെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഇനി ഇവർ ഭരിക്കുന്ന കാലത്ത് ഇവർക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ അവസരം കൊടുക്കാതെ ജനങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ക്ഷമിക്കുന്നു, ഞാൻ നിർത്തുന്നു. ഞാൻ ഒറ്റ കാര്യം ശ്രീ രാംകുമാർ ഒന്ന് ചോദിക്കുന്നു. സനോജിന് അത് പറയാനുള്ള സുഖവും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഒറ്റ കാര്യം, അതായത് ഒരു തർക്കവുമില്ലാതെ അടുത്ത ഘട്ടത്തിലും ഇവരെ ഒഴിവാക്കി നിർത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവർ നേരത്തെ ധരിച്ചത് കേരളം മുടിഞ്ഞു പോകുമെന്നാണ്. രാംകുമാർ നാളെ താങ്കൾ അത്ഭുതപ്പെടരുത്. അതായത് ഇവിടുത്തെ സമ്പന്നരെയും ഇവിടെ സമ്പന്നരില്ല, കാരണം അവർ സ്വിറ്റ്സർലൻഡിലെ ഇടത്തരക്കാരുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർ സമ്പന്നരല്ല എന്നൊരു കഥയും ഇവർക്കുണ്ടാക്കാം. കാരണം ഇവർ ഉപയോഗിക്കുന്ന മെത്തഡോളജിയും ക്രൈറ്റീരിയയുമാണ് ഞാൻ പറയുന്നത്, അല്ലേ? നോക്കൂ, ദാരിദ്ര്യത്തിന് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ തർക്കം വരുന്നത് തന്നെ. ഇവിടെ 3 കാര്യങ്ങൾ മാത്രം ഈ ഘട്ടത്തിൽ പറയാം. ഒന്ന്, കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാണ്ടായി എന്ന് ഇവിടെ ഒരു വാദമില്ല. അതെ, ആ ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ വിപുലമായി നിർവചിച്ചിട്ടുള്ള, അമർത്യ സെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ദ ലാക്ക് ഓഫ് കേപ്പബിലിറ്റീസ് എന്ന് അദ്ദേഹം പറയും. അതൊരു വളരെ വിപുലമായ ഒരു അർത്ഥമുള്ള സ്വാതന്ത്ര്യങ്ങളുടെ പല മാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നിർവചനമാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇന്ത്യക്ക് അതിന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ദൂരം സഞ്ചരിക്കാനുണ്ട്. കേരളമാണ് ഏറ്റവും മുന്നിൽ നടക്കുന്നത്, എന്നേ ഉള്ളൂ. നമ്പർ 1. നമ്പർ 2, ഇവിടെ അതിദരിദ്രർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് പല അവസരങ്ങളിലും പല മറ്റ് കേന്ദ്ര സർക്കാരിന്റെ സ്കീമിലും ഒക്കെ ഈ അതിദരിദ്രർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടാവാം. ആ അതിദരിദ്രരെ ഇവിടെ നിർവചിച്ചിട്ടുള്ളത് 3 പ്രത്യേക കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. 1, സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത് മറികടക്കാൻ ശേഷിയില്ലാത്തവർ. 1. 2, ഉപജീവനവും അതിജീവനവും നേരിടാൻ ശാരീരികവും മാനസികവുമായ ശേഷിയില്ലാത്തവർ. 3, മാനസിക വെല്ലുവിളി, വാർദ്ധക്യം, തീരാവ്യാധി തുടങ്ങിയ കാരണങ്ങളാൽ ദൈനംദിന ജീവിതം മുന്നോട്ട് നീക്കാൻ ശേഷിയില്ലാത്തവർ. ഇതാണ് ഇവിടുത്തെ അതിദാരിദ്ര്യത്തിന്റെ നിർവചനം. ഈ നിർവചനം ഉപയോഗിച്ചുകൊണ്ട് വളരെ ജനകീയമായിട്ടുള്ള വാർഡ് തലം മുതൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സർവേ നടത്തുകയും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ 64,000 കുടുംബങ്ങളെ കണ്ടെത്തുകയും അവരെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തിയുമാണ് ഇവിടെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി നാളെ അതിദാരിദ്ര്യത്തെ നമ്മൾ പുനർനിർവചിക്കും, കുറച്ചുകൂടി കാരണങ്ങളിലേക്ക് കൊണ്ടുവരും. താങ്കൾ ഇത് വളരെ കൺവിൻസിംഗ് ആയി ശാസ്ത്രീയമായി വിശദീകരിച്ചു. താങ്കൾ മാത്രമല്ല, M. ജയചന്ദ്രനും വി കെ സനോജും ഒക്കെ. പക്ഷേ എന്നിരുന്നാലും 1000 മണിക്കൂറുകൾ എടുത്ത് വിശദീകരിച്ചാലും മനഃപൂർവ്വം ഉറക്കം നടിക്കുന്നവരുണ്ട്, അവരെ ഉണർത്താനാകില്ല. എന്തായിരുന്നാലും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അല്ലെങ്കിൽ അതിൻ്റെ ലഘൂകരണ നടപടികളും ഒക്കെ നടപ്പാക്കാൻ സ്നേഹത്തിൻ്റെ പൂവ് ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് പറയാറുണ്ട്. അത് ഭരണാധികാരികൾക്കാണ് ഉണ്ടാകേണ്ടത് എന്നാണ് പറയുന്നത്. ഇത് ഭരണാധികാരികൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, പ്രതിപക്ഷത്തിനും ദൂരെ കണ്ടുനിന്ന് കൈ ചൂണ്ടുന്നവർക്കുമൊക്കെ വേണം എന്നുകൂടിയാണ് ഇത് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു.